പ്രാർത്ഥനയ്ക്കായി പ്രിയ സുനിൽ ബ്രദർ ഇപ്പോൾ മുന്നോട്ട് കടന്നു വരും. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിലേക്ക് ഈ സർവീസ് വരവേൽപ്പിക്കാം. നമ്മൾക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വളരെ നന്ദിയുള്ള ഹൃദയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് ശേഷം കർത്താവെ ഈ പറമ്പിൽ കടന്നു വന്ന കർത്താവെ, ദൈവസന്നിധിയോട് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചനായി സ്തോത്രം. കർത്താവ്, കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ട് ഇത്രത്തോളം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഈ തുടങ്ങുന്ന ഈ നിമിഷം മുതൽ അവസാനിക്കുന്ന നിമിഷം വരെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ കർത്താവ് സഹായിക്കുമാറാണ്. യാതൊരു അനർത്ഥങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും കടന്നു വരാതെ ചിന്തിച്ച സമയത്തിനുള്ളിൽ തന്നെ തീർക്കുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടിക്കൊണ്ട് സ്തോത്രം. ആദ്യോടന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം യേശുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. നമുക്കിപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുശേഷം തുടർന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനം ചെയ്യുന്നു നിന്നാടിയാത്തിരു നാമത്തിനാദരവായി, വന്ദനം ചെയ്യുന്നു നിന്നാടിയാത്തിരു നാമത്തിനാദരവായി, ഇന്നു നിൻ സന്നിധിയിൽ ആടിയാത്തു വന്നു ചേരുവതിനായി, ഇന്നു നിൻ സന്നിധിയിൽ ആടിയാത്തു വന്നു ചേരുവതിനായി, തന്നതിനുന്നതമായി കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു, തന്നതിനുന്നതമായി കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. ഇത്രമഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൽ കരുളാൻ, ഇത്രമഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൽ കരുളാൻ, ഭദ്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ, ഭദ്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ, നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളൂ ജീവനാഥ, നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളൂ ജീവനാഥ, നീ ഒഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ, നീ ഒഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. പ്രിയ മക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത്. Dear children of God, we are greatly delighted as we stand here. നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ ദൈവം നമ്മെ നടത്തുവാനിടയായി തീർന്നു. God has led us in exceedingly abundantly in more than that what we have asked for. യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. We read that the hand of the Lord is lifted up and does great things. പലപ്പോഴും ഞാൻ ദൈവസഭയിൽ ഓർപ്പിച്ച വാക്യം ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. Let me remind you once again the verse that I have repeatedly said in the church. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. If God is for us, who can be against us? ഇന്ന് പകൽ നാം ഈ സ്ഥലത്തായിരിക്കുമ്പോൾ ആ 6 മാസത്തിനുള്ളിൽ ഇത് നമ്മുടെ ആലയമായി മാറുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നതിൽ സ്തുതിക്കുന്നതിൽ ഒരു മടിപ്പും കാണിക്കണ്ട. You know that the place that we are standing is going to be turned out as our house for worship. So I say that we should not be ashamed to praise him as we stand here. Praise the Lord. ഇവിടെ ആയിരിക്കുന്ന അതിഥികളായി വന്നിരിക്കുന്നവരെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. I am delighted to introduce the guests who are among us. കർത്താവിന്റെ ദാസൻ
പാസ്റ്റർ ഹാബി തോമസ് ഉണ്ട്, ദയവായി മുന്നോട്ട് കടന്നു വന്നാട്ട്. I request Pastor Happy Thomas to come forward. അതുപോലെ പ്രിയ അനികുഞ്ഞച്ചാനും പ്രിയ ആന്റിയും ഉണ്ട്, ഇവിടെ വന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. I request Ani Gunyangal and family to come forward and stand here. We have Paul Daniels and his family with us. We welcome you to this occasion. Also, Gab നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. We also have brother Gab among us. We praise him for that. മറ്റ് അതിഥികളായി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങൾ വന്നതിന് നന്ദി പറയുന്നു. We thank God for the presence of all guests here, and we praise God for that. നമ്മൾ തുടർന്ന് ഒന്ന് രണ്ട് വാക്കുകൾ നമ്മുടെ പ്രിയ ഇപ്പോഴത്തെ സെക്രട്ടറി സുജു ജെയിംസ് നമ്മോട് സംസാരിക്കുവാനിടയായി തീരും. മാത്രമല്ല ഒഫീഷ്യലി എല്ലാവരെയും ഒന്ന് ക്ഷണിക്കുവാനും വേണ്ടി തന്നെ മുന്നോട്ട് വിളിക്കുകയാണ്. I request our secretary brother Suju to say a few words. ദൈവത്തിന് സ്തോത്രം. വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ ഇപ്രകാരം ഇവിടെ ആയിരിക്കുന്നത്. കർത്താവ് ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികൾക്കുമായി ഞാൻ നന്ദി പറയുന്നു. I thank God for the great work that God has done among us. ആദ്യം തന്നെ ഞാൻ എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയുടെ പേരിൽ കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ അതിഥികളായി കടന്നു വന്ന പ്രിയ സാമങ്കൽ കുടുംബം, പാസ്റ്റർ ഹാബി തോമസ്, അതുപോലെ പ്രിയ നമ്മുടെ ബിൽഡർ പോൾ ഡാനിയൽസൺ, അവരുടെ കുടുംബം, ഇവരെല്ലാം പ്രത്യേകിച്ച് ഗ്യാബ് ബ്രദറിനെ ഓർത്ത് ശ്രദ്ധിക്കുന്നവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. At the onset, on behalf of Ebenezer Christian Assembly, I would like to welcome the distinguished guests, dear Samuel, Pastor Happy Thomas, our builder, and each and everyone who have gathered here. ഞാൻ ചുരുക്കം ചില വാക്കുകൾ ഡോക്ടർ ബിജു കടന്നു വന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. I also extend our welcome to Dr. Biju, who is also among us. അതുപോലെ മറ്റേ കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. And once again, on the behalf of Ebenezer Christian Assembly, I welcome each and everyone to the ground breaking ceremony. നമ്മുടെ ചർച്ചിലുള്ള എല്ലാ അംഗങ്ങൾക്കും അറിയാവുന്ന പോലെ നമ്മൾ 2004 ഇവിടെ കടന്നു വന്ന ചില കുടുംബങ്ങൾ വളരെ ചെറിയ അളവിൽ, അതായത് എനിക്ക് 4 കുടുംബങ്ങളിലായിട്ടാണ് ആദ്യമായിട്ട് അവർ ഭവനങ്ങളിൽ വെള്ളിയാഴ്ചകൾ കൂടി വന്നിരുന്ന് പ്രാർത്ഥിച്ചു. In 2004, just about 4 families gathered together in a house and started prayer. 2006 നവംബർ മാസത്തിൽ അതൊരു 6-7 കുടുംബത്തോടു കൂടി അതൊരു ചർച്ചായിട്ട് ഫോം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. In the year 2006, about the month of November, it grew to about 7 families, and God gave us the privilege to be established as a church. 2007 ആദ്യ മാസത്തിൽ ജനുവരി മാസത്തിൽ ഡണ്ണോങ് സെക്കൻഡറി കോളേജിലേക്ക് നമുക്കൊരു ഓഡിറ്റോറിയം ഹയർ ചെയ്ത് ആരാധന തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. In the first month of year 2007, God gave us the opportunity to move into Dandenong secondary school as worship place. അവിടുന്ന് പിന്നെ ഡൗട്ടൺ ആയിരുന്നത് ഡൗട്ടൺ പ്രൈമറി സ്കൂളിലേക്ക് അവിടുന്ന് മൂവ് ചെയ്തു. From there we moved to Dowton Primary School. പിന്നെ അവിടെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ചിസം ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. And from there we moved to the current place of worship, which is the Chisholm Auditorium. ആ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഗ്രാഫ് നമ്മുടെ സഭയ്ക്കുണ്ടായ വളർച്ചയുടെ ഗ്രാഫ് നോക്കിയാൽ ഇറ്റ്സ് വെരി അമേസിംഗ്. If we look at the growth of the church in a graphical manner, it is very amazing to each of us. നമ്മൾ വളരെ അതിശയകരമായി വഴിനടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ചർച്ച് നമുക്ക് സഭ തുടങ്ങി നമ്മൾ 2008-2009 കാലഘട്ടത്തിലാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് വേണമെന്നുള്ള ആഗ്രഹം തോന്നിയത്. God has led us in amazing ways, and it was in the year 2008-2009 season that a desire to have our own place of worship was formed in us. 2009 അതിന് വേണ്ടുന്ന പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു. അതിനെ തുടർന്ന് 2012 അതിനെപ്പറ്റി വളരെ ഗൗരവമായി ആലോചിക്കുവാനും നമുക്കുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി വളരെ ഗൗരവമായി ആലോചിക്കുകയും 2012 ഡിസംബർ മാസത്തിൽ നമുക്കിങ്ങനെ ഒരു ലാൻഡ് കാണുവാൻ, ലാൻഡ് സെറ്റിൽ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. Although the initial thoughts were in the year 2009, in the year 2012 we did a more detailed thought on it, and by the grace of God, by the month of December we were able to get into the settlement of this land. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ 2000 നമുക്ക് ലാൻഡിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അന്നുണ്ടായിരുന്ന കമ്മിറ്റി വളരെ ബന്ധപ്പെട്ടു. ആ കമ്മിറ്റിക്ക് പ്രത്യേക ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ 2009 അതിനുവേണ്ടി പ്രവർത്തിച്ച സഹോദരങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് സ്തുതിക്കുന്നവർക്ക് നന്ദി പറയുന്നു. I extend sincere thanks to the members of committee who
who were with us in the year 2009 and 2012. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നമ്മളിങ്ങനെ ലാൻഡ് വാങ്ങിക്കണം, ഒരു ചർച്ച് ബിൽഡിംഗ് ഇവിടെ പണിയണം തോന്നിയപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വിശ്വാസം എന്ന ഒരു വാക്ക് മാത്രമായിരുന്നു. When we had this thought of having our own place of worship, all we had was just one thing, that is faith. നമ്മുടെ ചർച്ചിന്റെ അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് വലിയ ബാലൻസ് ഒന്നുമില്ലായിരുന്നു. വിശ്വാസം മാത്രം കൈമുതലായി. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ദൈവനാമത്തിൽ നിന്നു, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മുടെ സഹോദരങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി അവരുടെ കഴിവിന്റെ പരമാവധി, കഴിവിനപ്പുറമായി അവരതിനു വേണ്ടി പ്രവർത്തിച്ചു, അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തു. സാമ്പത്തികമായി, അവർ മാനസികമായി, ശാരീരികമായിട്ടൊക്കെ അതിനുവേണ്ടി അവർ പ്രയത്നം ചെയ്തു. അങ്ങനെ നമുക്ക് ഈ ലാൻഡ് സെറ്റിൽ ചെയ്യുവാൻ, നമ്മൾ ഇത്രത്തോളം ഒരു സ്റ്റേജിലെത്തുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. When we initiated the work, if you look into our bank account, we didn't have enough balance, but we began our work in faith and God has led us thus far. അങ്ങനെ നമ്മൾ ലാൻഡ് സെറ്റിൽ ചെയ്യാൻ ദൈവം നമ്മെ സഹായിച്ചു. പിന്നെ തുടർന്നുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു ബിൽഡറെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. Once we went into the settlement process of the land, the next biggest task before us was to find a suitable builder. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് നമ്മൾ ഈ 2006 നമ്മൾ ഈ സഭ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എങ്ങനെ ചർച്ച തുടങ്ങണമെന്നും നമുക്ക് വേണ്ടി സേഫ്റ്റി സ്റ്റീൽ സ്ട്രക്ചറിലെ പോൾ ഡാനിയൽസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം, ഒരു ബിൽഡറിനെ ദൈവം അവിടെ അപ്പോയിന്റ് ചെയ്തിരുന്ന ഞാൻ വിശ്വസിക്കുന്നത്. I strongly believe that in the initial year, even before the initial year 2006 that the church was formed, God has appointed the safety steel constructors and the engineer to look after the building affairs for us. പിന്നെ അതിനോട് ചേർന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ പ്രിയ ബ്ലസ്സൻ ഇവിടെ ഉണ്ട്. ബ്ലസ്സൻ അവിടെ ഉണ്ട്. ബ്ലസ്സൻ അന്ന് ചർച്ചിലെ മെമ്പർ ഒന്നുമല്ല. പുള്ളിക്ക് ഒരു അപ്രീസിയേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ചർച്ചിലെ മെമ്പറും അല്ല, ഒന്നുമല്ല. പുള്ളിയാണ് ആക്ച്വൽ അല്ലായിരുന്നു അന്നത്തെ പറയാം. പിന്നെ അദ്ദേഹമാണ്, പ്രിയപ്പെട്ട ബ്ലസ്സനാണ് ഇങ്ങനെ ഒരു ലാൻഡ് ഉണ്ടെന്നും ഇത് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ ഫോഴ്സ് ചെയ്യുകയും ഇങ്ങനെ വാങ്ങിക്കാനിടയായി തീർന്നതും. അതുപോലെ തന്നെ അവർ രണ്ടും ജോൺ മാത്യു കൂടെ ചേർന്നാണ് ഈ സേഫ്റ്റി സെക്ടറിലേക്ക് ഡയറക്റ്റ്, നമുക്ക് അവരോട് പരിചയമൊന്നുമില്ലായിരുന്നു. അവിടെ നേരെ ചെന്ന് കയറുകയായിരുന്നു. അവിടെ ചെന്ന് കയറി അവരെ കാണാനിടയായി. പ്രിയ ബ്ലസ്സന് പ്രത്യേക എബനേസർ ക്രിസ്ത്യൻ അസംബ്ലിയോട് നന്ദി അറിയിക്കുന്നു. On behalf of Ebenezer Christian Assembly, I would like to acknowledge Brother Blesson, who then was not a member of the church, but he informed us about this property and initiated the process for us to buy this land. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. സാമ്പത്തികമായി നമുക്ക് ഒരുപാട് സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ലോൺ അപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാമ്പത്തികമായ നമ്മുടെ ഡെപ്പോസിറ്റ് ബാങ്കിൽ കാണിക്കണമായിരുന്നു. അതിനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെല്ലാം സഹായിച്ചു. എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഞാൻ ഇപ്പോൾ പേര് പറയുന്നത് ക്ഷമിക്കുക. പ്രിയ സാമങ്കൽ കുടുംബം ഇവിടെ ഉണ്ട്. അവര് നമ്മുടെ ഈ ബിൽഡിങ്ങിന് വേണ്ടി വളരെയധികം ഔദാര്യമായി ദൈവം അവരുടെ കരങ്ങളിലൂടെ ദൈവം അവർ പ്രവർത്തിച്ചു. അവർക്ക് കുടുംബമായി ഞങ്ങൾ ക്രിസ്ത്യൻ അസംബ്ലിയുടെ പേരിലുള്ള നന്ദിയെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. കർത്താവ് ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. Although we had the shortage of funds, many of our brothers have helped us enormously and helped us to meet the need, and also Samuel and family have contributed a lot for this matter. So on behalf of Ebenezer Christian Assembly, we extend our acknowledgements and sincere thanks as a church. അതുപോലെ തന്നെ പ്രിയ ഗ്യാ ബ്രദറിനോട് നന്ദി പറയുന്നു. ഗ്യാ ബ്രദറും വളരെ അധ്വാര്യമായി ഈ ബിൽഡിങ്ങിലേക്ക് കോൺട്രിബ്യൂഷനിലേക്ക് സംഭാവന ചെയ്യാൻ ദൈവം സഹായിച്ചു. അദ്ദേഹവും ചർച്ചിലെ മെമ്പർ അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത്. Also on behalf of Ebenezer Christian Assembly, I would like to acknowledge Brother Gab and family who have contributed greatly for this matter. ഒരിക്കൽ ഒറ്റ വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിശ്വാസം മാത്രം കൈമുതലായി നമ്മൾ ഈ ലാൻഡ് വാങ്ങിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നു. കർത്താവ് അങ്ങനെ നമ്മളുടെ ബിൽഡിംഗ് പണിയുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചു. എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. I would like to conclude by saying that we just initiated the process just by faith, and we give all glory and honor and due thanks to God, and may God help us. Praise the Lord. നമ്മെ കേൾപ്പിച്ച നല്ല അനുഭവങ്ങൾക്കായി, നമ്മെ നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് പ്രിയ ബ്രദർ ബിനൂസ മുന്നോട്ട് കടന്നു വന്ന് 100-ാം വാക്യമായിരിക്കും. 100-ാം സങ്കീർത്തനം. I request Brother Benny to come forward and help us in the scripture reading, Psalms 100. Praise the Lord. 100-ാം സങ്കീർത്തനം പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ ഇത് പാടി നമുക്ക് മഹത്വപ്പെടുത്താം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിയുവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും
അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ട് നമുക്ക് പാടാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. നന്ദി കൊണ്ടെന്റെയുള്ള നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയൻ അനന്തം വന്ദനമേ. എന്റെ പൊന്നീടയൻ അനന്തം വന്ദനമേ. ദൈവമക്കളെ, ചില നിമിഷങ്ങളിലൂടെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഒരു 10 മിനിറ്റ് സമയം കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ നമ്മോട് ദൈവാനത്തിൽ നിന്ന് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതിനും ബലപ്പെടുത്തേണ്ടതിനും ദൈവം തെറ്റുവഴികളെക്കുറിച്ച് നമ്മോട് പറയും. അതിനായി കർത്താവിൻ്റെ ദാസൻ തെരൻ പാസ്റ്ററിനെ ക്ഷണിക്കുകയാണ്. Children of God, for the next 10 minutes, Pastor Tharagan will lead us in the Word of God to strengthen us. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. Praise be unto God. കടന്നു വന്ന എല്ലാ ദൈവമക്കളും വിശേഷാൽ അതിഥികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസനും കുടുംബത്തിനും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുകയാണ്. In the soon coming name of our Lord and Savior Jesus Christ, I extend my sincere acknowledgement to every guest who is present here, to the servant of God, and to everyone who are gathered here. നിങ്ങളോടൊപ്പം തന്നെ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയാണ് ഈ സമയത്ത്. My heart is also filled with great gratitude just along with you. നാം എല്ലാവരും നാളുകളായി രഹസ്യമായി പരസ്യമായി വ്യക്തിപരമായി കുടുംബമായി സഭയായി പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് സാക്ഷ്യം വഹിപ്പാൻ തന്ന ഒരേ അവസരത്തിനായി ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. I thank my God for the great opportunity that God has given us to testify the prayer that we had for several days and months. മനുഷ്യഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവരെ കൊണ്ടല്ല ഈ പ്രവൃത്തി ചെയ്തെടുക്കുന്നത്. ദൈവഹൃദയത്തിൽ ദൈവം കണ്ടവരെ അവരിലൂടെയാണ് ഈ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കുന്നത്. This act is not done through any human heart, but this act is done through the minds which God has previously appointed. അതിനായി കർത്താവിന്റെ അഭിഷക്തനെ കർത്താവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. May the Lord strengthen his servant to do that. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പഴയ ഒത്തിരി കിണറുകളുണ്ട്. We know that back in our homeland there are many wells. അതെ, പൂർവ്വപിതാക്കന്മാർ വെട്ടിക്കുഴിച്ച് ആ കിണറ്റിൽ നിന്ന് തലമുറയായി വെള്ളം കോരി കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. We drink from the well which was dug by our forefathers. ഇന്ന് പകൽക്കാലം മുതൽ മെൽബണിന്റെ പ്രദേശത്ത് മലയാളികൾക്ക് വേണ്ടി ഒരു ആരാധനാലയം ഉയരാൻ തുടങ്ങുകയാണ്. From this day on, in the city of Melbourne, for the Malayali community, there is a house of God that's going to be lifted up. നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കണം. We want to worship God in the generation that we are in. നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവരുടെ തലമുറയിൽ ദൈവത്തെ ആരാധിക്കണം. The children that are with us and the generation to come should serve the Lord with us. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ തലമുറയാ ഈ ആലയത്തിൽ ദൈവജനം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. If the coming of our Lord Jesus Christ is extended, generations after generations will worship the Lord in this house of God. നമുക്കറിയാം, ഈ നാട്ടിൽ കെട്ടിടത്തിന്റെ പണികൾ വേഗം തീരാൻ സാധ്യതയുണ്ട്. We know that in this part of the world the construction takes place at a quicker pace. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, എത്രയും വേഗം ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ പോകുകയാണ് കർത്താവ്. I strongly believe that the construction of this place is going to be finished very soon. അതിന്റെ തുടക്കം കുറിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ ദാസന്മാർ ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മനിറവിൽ ഈ ശുശ്രൂഷയുടെ ചെയ്യുമ്പോൾ
And as we begin the construction process and the servants of God lead by the anointing of the Holy Spirit, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ അഗ്നിസേനകളുടെ നടുവിൽ ആണിപ്പഴുതേറ്റ ദൈവഭുജം തന്നെ ഇറങ്ങി വന്ന് ഈ ശിശുവിനെ ആദരിപ്പാൻ പോകുകയാണ്. and I believe that the heavens are open, and under the guidance of the God himself we are going to lead this construction. ആലയം പൂർത്തീകരിച്ചത് കൊണ്ട് ആരും തൃപ്തിപ്പെടരുത്. Just should not be happy just because the construction of the house of the Lord is completed. ഏലിയാവ് യാഗപീഠം പണിത് പൂർത്തിയായപ്പോൾ ഞാനിതാ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്വർഗം തുറന്ന് തീ ഇറങ്ങിയില്ല. We know that Elijah, after he completed the construction of the altar, the fire from heaven did not come down. ശലോമോൻ രാജാവ് ആലയം പൂർത്തീകരിച്ച സമയം തന്നെ ദൈവതേജസ് ഇറങ്ങി വന്നില്ല. We know that King Solomon, after he constructed the temple of God, the presence of God did not come down at that very moment. സകല ഇസ്രായേൽ ജനങ്ങളെ കാൺകേത്താൻ മുഴങ്കാൽ മടക്കി അന്തരീക്ഷത്തിലെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് അവൻ നല്ലവനല്ലോ അവന്റെ ദയ പാടി ദൈവത്തിന് മഹത്വം കൊടുത്തു. We know that he lifted up his hands towards heaven and said, God is good all the time, and gave praise to God. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, കൂറുകളുടെ ക്രമം നോക്കാതെ പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശദീകരിച്ചു. We read that the priests cleansed themselves without even looking at their time of service. ദൈവത്തിന് സ്വർഗ്ഗത്തിൽ ഇരിപ്പാൻ കഴിയാതെ ഇറങ്ങി വരുവാനിടയായി. We know that God could not contain himself in the heaven, but he came down. ദൈവം തന്റെ തേജസ്സിനാൽ ആലയത്തെ നിറയ്ക്കുവാനിടയായി. The presence of God filled the temple. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്. I strongly believe it is like this. ഈ ആലയം പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ, as soon as the construction of this house is completed, ഈ ദേശത്ത് മെൽബണിന്റെ ഹൃദയപ്രദേശത്ത്, in the heart of the city of Melbourne, ഓസ്ട്രേലിയയിൽ ദൈവമക്കൾക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി ഒരു ആലയം ഇതാ ഉയരുമ്പോൾ, as the house of the Lord is being constructed for the children of God in this place, ഇതിനകത്ത് ആരാധന ഉയരുമ്പോൾ, as the worship begins to happen in this place, വെള്ളം ഒഴുകി വരുന്നത് പോലെ, as the streams of water flows, ഈ ദേശത്ത് അനേക ആയിരങ്ങൾ തിരുവചനം മാർവോടെ ചേർത്തുകൊണ്ട് many people from far and wide will hold the word of God close to them. ആരാധനയ്ക്കായി ആലയത്തെ ലക്ഷ്യമാക്കി കടന്നു വരുന്ന കാഴ്ച ഞാൻ വിശ്വാസത്തെ കണ്ണാൽ കാണുകയാണ്. And I see in the eyes of faith that the many more people are flocking to the house of the Lord. അത് വിശ്വാസത്തെ കണ്ണാൽ കാണുന്ന ദൈവമക്കൾ മാത്രം ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. And I praise God for those who can see that with the eyes of faith. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ, And when they give praise to God's name, ഏലിയാവ് യാഗപീഠം പണിതപ്പോൾ, as Elijah built the altar, മാറിന്ന് സ്വർഗ്ഗത്തേക്ക് നോക്കിയപ്പോൾ, and when he set himself apart and looked into the heavens, ജാതികളുടെ നടുവിൽ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയപ്പോൾ, and as he lifted the name of the Lord among the Gentiles, അവൻ പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റിയപ്പോൾ, as he prayed and gave praise to God, അവയെ സ്വർഗ്ഗം തുറന്നു ആരാധന വെളിപ്പെടുവാനിടയായി. the heavens were opened and the worship took place. ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത്, As in the heart of this city, തലമുറ തലമുറയാ ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ, for us to worship God generations after generations, ആലയം ഉയരാൻ പോകുന്നതിനെ നമുക്ക് സന്തോഷത്തോടെ വിടുന്ന ദൈവത്തെ let us praise സ്തുതിക്കാം. God for the temple of God which is going to be lifted up here. ഈ വചനങ്ങളധികം നമ്മെ സഹായിക്കും. Praise the Lord. നമ്മെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the great strengthening words which is heard. നാം സങ്കീർത്തനം 127:1 വായിക്കുന്നത് പോലെ, We read in Psalms 127 verse 1 that യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. unless the Lord builds the house, those who build labor it in vain. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവർക്കാർ വൃഥാ ജാഗരിക്കുന്നു. Unless the Lord guards the city, the watchman stays awake in vain. അനേക പണികളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Word of God mentions about many constructions. നമുക്കറിയാം, ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ ഒരുമിച്ച് കൂടി ബാബേൽ ഗോപുരം പണിയുവാൻ ആരംഭിച്ചു. We know that in the early days the men that were present on earth tried to construct the Babel tower. അവന്റെ കൈക്കരുത്തും അവന്റെ പണവും അവന്റെ സ്വാധീനവും ഉപയോഗിച്ച് അവരത് പണിതു. With every resource that we had and with every financial strength that they had, they tried to construct that tower. എന്നാൽ അതിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചനയോ സാന്നിധ്യമോ അതില്ലായിരുന്നു. But the biggest drawback that was in that construction is that there was no plan of God, there was no counsel of God in that construction. എന്നാൽ യെരൂശലേമിൽ ദേവാലയം പണിതപ്പോൾ ദൈവം
തന്റെ ഭൃത്യനായിരിക്കുന്ന സെരുബാബേലിനോട് ഇങ്ങനെ പറഞ്ഞു. But we know that when the temple was constructed in Jerusalem, God spoke to his servant Zerubbabel like this. സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ തന്നെ എന്ന് പറയുവാൻ. It is not by power, not by might, but by the Spirit of the Lord. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇന്ന് പകൽ നമുക്ക് പറയുവാനുള്ളത്, നമ്മുടെ പണത്തിനോ നമ്മുടെ കൈക്കരുത്തിനോ നമ്മുടെ ഒരു പ്രാപ്തിക്കും ആമേൻ ഇതിനെ പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല. ദൈവം തന്നെ ഇറങ്ങി വന്ന് ഇത് പൂർത്തീകരിച്ചേ മതിയാകും. And so, children of God, what we can say today is that none of our resources, none of our financial ability will be able to finish the construction, but just by the might and strength of God. ഹഡ്സൺ ടൈലർ ഇങ്ങനെ പറയുവാൻ ഞാൻ അത് ഇംഗ്ലീഷിൽ പറയാം. God's work done in God's way will never lack God's supply. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവപ്രവൃത്തി നാം ചെയ്താൽ നമുക്ക് അതിനാവശ്യമുള്ളതെല്ലാം ദൈവം തന്നെ തരും. When we do God's work in God's plan, He will provide us with every needed resource. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, എസ്ര പറഞ്ഞതുപോലെ, ഇങ്ങനെ എന്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ടു. And we know that the great scholar Ezra said like this, because the hand of the Lord was with me, I can finish off. ഇവിടെ ഇരിക്കുന്ന നമുക്കൊരോരുത്തർക്ക് പറയുവാൻ കഴിയും, യഹോവയുടെ കരം നമുക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് നമുക്ക് ഇത്രത്തോളം വരുവാൻ. And I know that everyone who are standing here can say that because the hand of the Lord was with us, we have reached thus far. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ അസാധ്യങ്ങളെ നേരിടുവാൻ നാം തയ്യാറാകണം. If we have to experience miracles, we should be prepared to face the uncertainties. ദൈവത്തിന്റെ പിന്നാലെ മാത്രം നാം പോകണം. We should go just after God. ധൈര്യത്തോടെ വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ നാം തയ്യാറാകണം. We should prepare ourselves to put forth our feet in faith. നമ്മെ തന്നെ ഒരുക്കി ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. And we should also be prepared to receive the God's plan in our lives. അങ്ങനെയാണെങ്കിൽ നാം ഈ പണി, തുടർന്ന് നടക്കുന്ന പണി പ്രാർത്ഥിച്ച ദിവസങ്ങളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. And at the moment we are going to give the process of construction into the hands of God. നമുക്കറിയാം, സേഫ്റ്റി സ്റ്റീലാണ് നമ്മുടെ ബിൽഡറായിട്ട് ആമേൻ ഇത് പണിയുന്നത്. We know that we have appointed safety steels to construct this building. അവർ പണിയുന്നത് ഈ അക്ഷരികമായ ബിൽഡിംഗ് മാത്രമാണ്. They are just constructing this house, this temple. എന്നാൽ ദൈവത്തിന്റെ ആലയം പണിയുന്നത് സർവശക്തനായ ദൈവമാണ്. But the house of God is constructed by God Himself. അങ്ങനെയെങ്കിൽ എല്ലാം മനോഹരമായി തീരേണ്ടതിന്, And if that, for everything to be completed in a beautiful manner, ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കേണ്ടതിന്, and for the presence of God to duly fill this place, ഇവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കേണ്ടതിന്, and no destruction to happen in this place, ഇവിടെ ആമേൻ ദൈവഹിതമല്ലാത്ത ഒന്നും സംഭവിക്കാതിരിക്കേണ്ടതിന്, and nothing to happen against the will of God in this place. ദൈവജനമായി നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. And together as the children of God, we are going to pray for them. അതുകൊണ്ട് ഒരു നിമിഷം നമ്മൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. And at this very സഹോദരന്മാർ തമ്മിലും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. At this very moment, we are going to join our hands together and we are going to pray. എല്ലാവരും കരം കോർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. Let everyone join their hands and praise God. ദൈവ സാന്നിധ്യം ഈ നിമിഷത്തിൽ നിറഞ്ഞു വരുന്നത്. Let the presence of God fill down this place. സകല തടസ്സങ്ങളും നീങ്ങി പോകട്ടെ. Let every objection be moved away. ദൈവത്തിന്റെ വലിയ സംരക്ഷണം ഇവിടെ സ്തോത്രം ചെയ്തിട്ട് ചുറ്റും നിൽക്കട്ടെ. Let the great protection of God encamp this place. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, Our Heavenly Father, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. we thank you for this blessed time. അവിശ്വസ്തരായ ഞങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണിയതിനാൽ സ്തോത്രം. We thank you for you have counted us faithful when we were unfaithful. കർത്താവേ, ഈ ദേശത്ത് ഞങ്ങളുടെ വർഗത്തിന് കൊടുക്കാത്ത ഭാഗ്യം നീ ഞങ്ങൾക്ക് തന്നു. Lord, we thank you for the great privilege that you have given us for our community. ഞങ്ങൾ വീണ്ടും താഴുന്നു കർത്താവേ. We humble ourselves before you, God. ഒന്നുമില്ലെന്ന് സമ്മതിക്കുന്നു കർത്താവേ. We surrender that we are nothing. നിന്റെ ദയാണെന്ന് സമ്മതിക്കുന്നു കർത്താവേ. We admit that it is your grace. ഞങ്ങൾക്ക് തരുന്ന പദവികൾക്കായി സ്തോത്രം. We thank you for the privileges that you're giving us, അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ നിനക്കായി പ്രവർത്തിക്കും. so that we will do more for you. നിന്റെ നാമത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങളുടെ അരമുറുക്കി ഞങ്ങൾ നിൽക്കും. We will get prepared ourselves more for you, Lord. കർത്താവേ, അങ്ങനെയെങ്കിൽ ഈ പണിക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Lord, we are praying together for this ഇവിടെയുള്ള construction. തടസ്സങ്ങളെയൊക്കെ നീക്കണമേ. Yeah, let every objection be moved. നീ തന്നെ ഒരു സംരക്ഷണത്തെ വേലിയായി ഈ സ്ഥലത്തിന് ചുറ്റും നിൽക്കണമേ. Lord, we are praying that you will be a protection for this property. അവിശുദ്ധമായത് ഒന്നും ഇവിടെ നടക്കുവാൻ സമ്മതിക്കരുത്. Lord, let nothing unholy happen in this place. നിന്റെ ദൈവമായ ജ്ഞാനം അവർക്ക് കൊടുക്കണമേ. Lord, pour out your wisdom to them. ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഈ സ്ഥലത്തെ
ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Lord, we lift up our hands and we bless this place. ലോക സുവിശേഷീകരണത്തിന്റെ കേന്ദ്രമായി ഇത് മാറട്ടെ. Let this be a center for many missions. അനേക രാഷ്ട്രങ്ങളിലുള്ളവർക്ക് ഒരു പ്രാർത്ഥനാലയമായി ഇത് മാറട്ടെ. Let this be a prayer house for many in different nations. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ In the name of the Father, Son and the Holy Spirit. ഈ സ്ഥലത്തെയും തുടർന്ന് ഇവിടെ നടക്കുന്ന പണിയെയും This land and the proceeding of construction that are going to take place here. ദൈവനാമ മഹത്വത്തിനായും കർത്താവിന്റെ നാമത്തിലുള്ള ഈ ആരാധനയ്ക്കായും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. We bless this in the name of the Lord for His kingdom's glory. എല്ലാവരും കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Everyone put their hands together and praise God. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Put their hands together and praise God. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let's lift up our hands and praise God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സ്തോത്രം നമ്മൾ ഒരുമിച്ച് we are going to do the act of ground breaking. I request Pastor Tharagan, I request Brother Suju James and Brother John Yohanan to come forward and come and stand near this shovel. Praise the Lord. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. പ്രതീകാത്മകമായി നാം ഇവിടെ സ്തോത്രം ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ദൈവത്തോട് പറയാണ്, ദൈവമേ നീ തന്നെ ഇതിനെ പരമേൽക്കണം. ഞങ്ങൾ പലരെ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ നീ തന്നെ ഇതിനെ നടത്തണം. ആവശ്യമുള്ളതെല്ലാം നീ നൽകി തരണം എന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. In the name of the Father, the Son and the Holy Ghost, we begin in this place the construction of Ebenezer Christian Assembly for the glory of God and worship of the God Almighty. Amen, amen, amen. എല്ലാവരും കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah, 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 hallelujah. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Praise the Lord. ഇപ്പോൾ നമുക്കൊരു പാട്ട് പാടാം. അതിനുശേഷം പെട്ടെന്ന് നിർത്താം. ചിലര് ആശംസാവാചകങ്ങളായി നമ്മോട് സംസാരിക്കും. കർത്താവിദാസൻ ഹാബി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവിദാസൻ നമ്മോട് ചില വാചകങ്ങൾ പറയും. പ്രിയ അനിയോന്യജാൻ ഒന്ന് രണ്ട് വാക്കുകൾ നമ്മോട് പറയും. മറ്റ് ചിലരുടെ പേര് പുറകാലം ഞാൻ പറയാം. ആ പാട്ടിന് ശേഷം അവർക്ക് മുന്നോട്ട് കടന്നു വരാം. നിങ്ങൾക്ക് പ്രിപ്പയർ ആകാം. അതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രോജക്ട് മാനേജർ ആരാന്നറിയാം? എബി ഈപ്പൻ അലക്സ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും. നിങ്ങളുടെയൊക്കെ അറിവിന് വേണ്ടി നമ്മുടെ ഹോളിൻ്റെ പുറം വീതി നീളവും എത്രയാണെന്നറിയാം, മീറ്ററുകളിൽ എത്രയാണെന്നറിയാം. അവിടെ അതാ സ്ഥലങ്ങളിൽ ചില പെഗ്ഗുകൾ അടിച്ചിട്ടുണ്ട്. അത്രയുമാണ് നമ്മുടെ ഹോളിൻ്റെ വീതി, നീളവും വീതി. Ebi will come forward and give a few remarks. After that, I invite Paul Daniels after Ebi to come forward and say a few words. Then we will have the facilitations. Praise the Lord. I can see a church so compassionate to draw a lot of people out there in the neighborhood to know God and to come out from their situations. And we are here to accept them. And I see a church where it is committed to grow a generation, to minister out there to a lot of
nations, to a lot of people in Australia and worldwide. Greetings to you all in Jesus' name. I'm really privileged to be here. Praise the Lord. Praise the Lord. I'm really privileged to be here working along with ECA committee, Pastor Uncle, and all of you to bring about our home church in this city. And along with that, let me say, I'm honored, we are honored to work with Paul Daniels and Safety Steel as they've taken up our project and they're bringing about our church in this city. We will depend on the Holy Spirit to inspire and influence us through every stage of the building process. And we, keep us in prayers. And before I let go of the mic, let me give you a bit of description of our church. The place where you're standing is going to be the stage, and where you would be standing would be the place where all the audience would be. And we're having 2 rooms on the sides, 2 change rooms. The building size would be 26 meters this way and 30 meters the other way, with 60 parking spots, almost 60 parking spots in this premises, and you can use parking spots outside as well. To that corner would be the baptism pool with the nursing room and the storeroom, and on the other sides would be the offices. We'll have the staircase at the entrance, and the building will be double-story high. Bathrooms will be on that corner, just behind the nursing rooms, and the kitchen would be along with the office spaces on your right, on my right, sorry. And let's just keep this project in the Lord's hands and praise the Lord. Thank you. Ladies and gentlemen, Paul Daniels, put your hands together, please. Morning, everybody. As you know, my name is Paul Daniels. I work for Safety Steel Structures here in Dandenong. Your church community has given us the opportunity to build your new premises here at 9 Claredale Road in Doveton. Last year, Pastor Wills, Thomas Blesson and Suja James worked with me in designing your new church and negotiating with the local council and building surveyors. The town planning and building permits were granted eventually late last year. Once the permits were obtained, obviously the community were able to organise finance, which was negotiated late last year. We can now begin the construction phase. Shop detailing of the building has begun. The fabrication is underway. This process takes around about 6 weeks. The site establishment will begin early next week, which will include the side huts, temporary car, etc. And then earthworks will begin soon after. This is an exciting project for us all, and in expanding your new important place to gather as Christians. Over the next few months, you'll see a new place of worship evolve into a structure that we hope will serve you well into the future. And I'd just like to thank you very much for giving us the opportunity, and I hope we serve you well. Thank you, Paul. God bless you. ഇപ്പോൾ ഫെസിലിറ്റേഷൻസ് ആശംസകളായി കർത്താവിനദാസൻ പാസ്റ്റർ ഹാപ്പി തോമസ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നല്ലോ. തന്നെ ഓർത്ത് യുദ്ധ സ്തുതിക്കുന്നു. വളരെ ബന്ധപ്പാടിൻ്റെ മധ്യത്തിൽ വന്നതിനായി നന്ദി പറയുന്നു. അതിനുശേഷം പ്രിയാനി കുഞ്ഞിച്ച. പ്രൈസ് ദി ലോർഡ്. ചൂടിൻ്റെ ആധിക്യത്തിലായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിലെ പുസ്തകം 17 പറയുന്നു, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ നാളിനോടടുത്ത് വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വർദ്ധിച്ച് പെരുകി. വിശ്വസിക്കുന്നവരോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനൊരു സമയമുണ്ട്. അതുവരെയും ബദ്ധപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ വാഗ്ദത്തത്തോട് അടുക്കുമ്പോൾ അതിൻ്റെ പേസ് മാറും. ഹല്ലേലൂയ. അത് ശിഷ്യന്മാർ ബോട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതികൂലങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. പകുതി ദൂരമേ എത്തിയുള്ളൂ. എന്നാൽ ആ സമയത്ത് യേശു
ബോട്ടിൽ കയറി പടക് അക്കരയെത്തി. ഒരു പരിധിവരെയുള്ള നമ്മുടെ പോക്ക് ദുർഘടങ്ങൾ നിറഞ്ഞതായിരിക്കാം. എന്നാൽ ആ പരിധിയുടെ ആ മണ്ഡലത്തിൽ യേശു അതിലൊന്ന് പ്രവേശിച്ച് കഴിയുന്നൊരു സമയമുണ്ട്. അപ്പോൾ പടക് രൂപം മാറും, ഭാവം മാറും, അതിൻ്റെ പ്രവൃത്തികൾ മാറും. അത് വേഗത്തിൽ അക്കരയെത്തുവാൻ തക്കണം ഇവിടെയായിത്തീരും. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മിസ്രൈമിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് സമയമായപ്പോൾ സൂതികർമ്മിണികൾ എന്ന് പറയുന്ന വ്യക്തികൾ ഓട്ടത്തോട് ഓട്ടമായിരുന്നു. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പ്രസവം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിൽ ഓടേണ്ട ഒരു അവസ്ഥ വന്നു. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കും എനിക്കും അത് സാധ്യമാണ്. വിശ്വസിച്ചാൽ ദേശത്തിലെ ആത്മാക്കൾ എവിടുന്നൊക്കെ വരുന്നെന്ന് ആർക്കും അറിയാത്ത വിധത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ ചൂടുള്ള അവസ്ഥയിൽ ദൈവമക്കൾ ഇത്രത്തോളം പങ്കപ്പാടുകൾ അനുഭവിച്ച് ഇവിടെ വന്ന് ഈ അനുഗ്രഹീത സമയം അനുഗ്രഹീതമാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള എല്ലാ ആശംസകളും ദൈവസഭയോട് ബന്ധത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇന്നുകൊണ്ട് തീരുവാനുള്ളതല്ല. നെഹമ്യാവിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ആലോചന പ്രകാരം പണിയുവാൻ തുടങ്ങിയെങ്കിലും ശത്രു വെറുതെ ഇരുന്നില്ല. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്, ഉപവാസത്തിന് മുടക്കം വരുത്തരുത്. ശക്തിയോടെ പ്രാർത്ഥിക്കണം. ദൈവം അയച്ചിട്ട് പുറപ്പെട്ട നെഹമ്യാവിന് പണി നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം ഹല്ലേലൂയ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഒരു ശത്രുവിനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുക്കാതെ ഉണർന്നു പ്രാർത്ഥിപ്പാൻ ദൈവമക്കൾ അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ വേർതിരിക്കാം. ദൈവം അതിനായി സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുള്ളവനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലൂടെ നിൽക്കുന്നത്. കാരണം പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവം ജീവിക്കുന്നുവെന്ന് ഈ പ്രദേശത്തുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമുക്കിങ്ങനെ ഒരു ചർച്ച ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഇടയാക്കിയതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ് മലയാളികൾക്കൊരു ചർച്ച് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കന്നൊരു ചെറിയ കൂടിവരവുണ്ടായിരുന്നു. ഞങ്ങളതിനു വേണ്ടി കുറച്ചൊക്കെ അതിനുവേണ്ടി പരിശ്രമിച്ചു. എന്നാലേ ആ ചർച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചില്ല. എനിക്ക് വളരെ വിഷമം ഉള്ള ഒരു കാര്യമായിരുന്നത്. എന്നാൽ പാസ്റ്റർ വിൽസ് കഴിഞ്ഞ വർഷം വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. മലയാളികൾക്ക് ഇങ്ങനെ ഒരു ചർച്ച് ഇവിടെ നടത്തുവാൻ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലും സഹോദരങ്ങളുടെ മനസ്സിലും അങ്ങനെ ദൈവം ഒരു വഴി ഒരുക്കല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അന്നു മുതൽ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്ററെ, എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യും. ഞാൻ നിങ്ങളുടെ ചർച്ചിൻ്റെ ഒരു മെമ്പറല്ല, എങ്കിലും ഒരു മലയാളി പെന്തക്കോസുകാരൻ എന്നുള്ള നിലയിൽ പാസ്റ്ററിന് വേണ്ട എല്ലാ കൈത്താങ്ങലും ഞാൻ തരാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രദേശത്ത് ഇത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് രണ്ടുപേരുടെ ഗബ്രിയേൽ ബ്രായോ, അതിനുശേഷം കർത്താവ്ദാസ് ഇ.ടി. ഉമ്മനൂർ. Real privileged to be here today, and this is a very special day. It's not just for us as believers in Christ, but I believe also for everybody around this area. This will be a great outreach center. This will be a center where God's going to shine down and just radiates all around this area. And I believe as a heart, this is what God is doing. This is God doing this. It's not us, not as a community. It's not as our desires, but God's desire to build something here. God wants us to get together, and as we're going to get together in unity, in one mind, one accord, in one place, He's going to spread that love all around. And I believe that's sincerely in my heart. That's why I've donated things. That's why I believe in this place, because God is here. It's His place. He decided to do that. In the name of Jesus. Amen. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യേക അവസരത്തിൽ ഇങ്ങനെ ഒരു ആലയത്തിൻ്റെ പണി തുടങ്ങുവാനായിട്ട് ദൈവം അവസരം ഒരുക്കിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയ്ക്ക് ദൈവം ഇങ്ങനെയൊരു ആഗ്രഹം നൽകി അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ദൈവം ഇടയാക്കി. ദൈവം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും
ഇത്രത്തോളം സഹായിച്ചു. ഇതിന് തുടക്കമിടുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യഹോവ പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരൊക്കെ വൃഥ അധ്വാനിക്കുന്നു. ആമേൻ. പണിയുന്ന കർത്താവാണ്. എന്നാൽ നമ്മൾ അവൻ്റെ ദാസന്മാരായ നമ്മളും കൂടെ ചേർന്ന് എഴുന്നേറ്റ് പണിയുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സെൽ മീറ്റിങ്ങിൽ പറയുണ്ടായി. അതിപ്പോഴൊന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 അഗായി 2:9 പറയുന്നു, ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പത്തിലും വലുതായിത്തീരും. അതെ, ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, ഈ ആലയത്തിൻ്റെ മഹത്വം വർദ്ധിക്കാൻ പോവുകയാണ്. 2 എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 37-38. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ എന്നോട് ചോദിക്കും, ഞാൻ അവർക്ക് ആത്മാക്കളെ ആടുകളെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ആമേൻ. അത് വിശുദ്ധമായ മനുഷ്യക്കൂട്ടമായ ആടുകളെ കൊണ്ട് നിറയും. ആമേൻ. ആ വചനവും ഞാൻ വിശ്വസിക്കുന്നു. നമുക്കത് വിശ്വസിക്കാം. എന്നാൽ അതിനു മുമ്പ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പോലെ നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക, ഏക മനസ്സുള്ളവരായിട്ട് നിൽക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആത്മാക്കളെ ആമേൻ സഭയോട് ചേർക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ ദേശത്ത് അനുഗ്രഹമായി തീരട്ടെ. മലമേലിരിക്കുന്ന പട്ടണമായി ശോഭിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. അനേകർക്ക് വിടുതലും ആശ്വാസവും ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം ഇത് ആമേൻ ഈ സ്ഥലത്ത് ദൈവം ഈ ആലയത്തെ ആമേൻ അതിനുവേണ്ടി ആമേൻ ഒരുക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സിന് പ്രിയ ജിനൽ ഏലിയാസ് മുന്നോട്ട് കടന്നു വരും. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ദൈവദാസന്മാർ, വിശിഷ്ട അതിഥികൾ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. നമ്മൾ ഏറെ നാളായി പ്രാർത്ഥിക്കുകയും വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു വിഷയത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ ഇതിന് ആരംഭം കുറിക്കുന്നത്. ആ ആരംഭം കുറിക്കുന്ന സമയത്ത് അതിന് സാക്ഷികളായി ഇവിടെ കടന്നു വന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിലുള്ള കർത്തവ്യം. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനായിട്ട് ദൈവം എന്നെ സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങൾ 107-ാം സങ്കീർത്തനം നന്ദി പ്രകടനങ്ങളൊരു സങ്കീർത്തനമാണ്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും അവർ യഹോവ ചെയ്ത സകല നന്മകൾക്കും അവനെ സ്തുതിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തന പ്രകാരം ഞാൻ ആദ്യമായിട്ട് നമുക്കെല്ലാവർക്കും നന്ദി കരയേറ്റേണ്ടത് നമ്മുടെ പിതാവായ ദൈവത്തിനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന, നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്ന നമ്മുടെ പിതാവായ ദൈവത്തെ, തൻ്റെ പുത്രനായ തൻ്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല ബഹുമാനവും സകല മഹത്വവും സകല പുകഴ്ചയും സർവശക്തനായ ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ വിൽസ് തോമസ് വളരെയധികം കർത്താവ് കൊടുത്ത ദർശനത്തിന് ഒത്തവണ്ണം വളരെയധികം പ്രവർത്തിക്കുകയും താൻ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അക്ഷീണമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവദാസനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള നന്ദിയെ ഈ അവസരത്തിൽ സഭയായി എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കട്ടെ. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് വിശിഷ്ടാതിഥികളായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പാസ്റ്റർ തരകൻ പാസ്റ്റർ. അദ്ദേഹം നമുക്ക് വളരെ പ്രചോദനകരമായ ഇൻസ്പിറേഷനായുള്ള മെസ്സേജ് തന്നു. അതിൻ പ്രകാരം ദൈവം നമ്മെ സഹായിപ്പാൻ ഇടവരട്ടെ. ആ ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സഭയോടുള്ള നന്ദിയെ ദൈവദാസനെ അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്നിരിക്കുന്ന സേഫ്റ്റി സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ പ്രതിനിധിയായി കടന്നു വന്നിരിക്കുന്ന പോൾ ഡാനിയൽ, ഞാൻ അദ്ദേഹത്തിനോടുള്ള നന്ദി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആവേശഭരിതമായിരുന്നു. അദ്ദേഹത്തിനോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ സഭയായി ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന മറ്റ് ദൈവദാസന്മാർ, ഹാബി പാസ്റ്റർ, അനിയൻ കുഞ്ഞിച്ചായൻ, അതുപോലെ കടന്നു വന്നിരിക്കുന്ന മറ്റ് ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ, എല്ലാവർക്കും ഉള്ള നന്ദിയെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. പാസ്റ്റർ ഇറ്റി മുന്നവറുകളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർക്കുള്ള നന്ദിയെ ഈ അവസരത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട അനേകരുണ്ട്. നമ്മുടെ ഇതിൻ്റെ ലോൺ അപ്രൂവൽ ആകുവാനും ബിൽഡിംഗ് പെർമിറ്റിനും ഒക്കെ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ഉത്സാഹത്തോടെ തീഷ്ണതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ സെക്രട്ടറി സുജു, അതുപോലെ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ സണ്ണിച്ചായൻ, അതുപോലെ പേര് പറഞ്ഞാൽ അനേകരുണ്ട്. സാമ്പത്തികമായും ഭൗതികമായും ആത്മീകമായും ഇതിന് കൈത്താങ്ങൽ കൊടുത്ത അനേക ദൈവമക്കൾ
ദൈവമക്കളുണ്ട്. അവർക്ക് ഹൃദയത്തിൽ ദൈവം തോന്നിച്ച പ്രകാരം ദൈവം അവർക്ക് ഇതിനെ കൂട്ടായ്മ കാണിക്കാൻ ദൈവം ഇടയാക്കി തീർത്തു. അവരെയൊക്കെയും ദൈവം ധാരാളമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവരോടുള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കൗൺസിൽ, നൈബേഴ്സ്, അതുപോലെ ഈ സ്ഥലം ഒരുക്കുന്നതിന് സഹോദരന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടു. അവർക്കായി ഭക്ഷണം ഒരുക്കിയ സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നിങ്ങളുടെയൊക്കെ ഇടതുവശത്തായിട്ട് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഒരുക്കിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പൊതുവായി പറഞ്ഞുവെങ്കിലും ഒരിക്കൽ കൂടെ നമ്മുടെ ട്രഷറർ പ്രിയ ജിജുവിനെ ഈ സമയത്ത് ഓർക്കുകയാണ്. പലപ്പോഴും പലരിടത്ത് സാമ്പത്തിക വിഷയം ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. തന്നോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾക്കായി കാത്തിരിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഹാബി തോമസ് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ദാസൻ തരൻ പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്ത് ഇതിവിടെ ഈ സർവീസ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ വഹിച്ചുകൊണ്ട് ഈ ദേശത്തിൽ ഒരു സാക്ഷിയായിരിക്കാൻ ഈ ദൈവസഭയെ ഇത്രത്തോളം അങ്ങ് സഹായിച്ചു. വരും വർഷങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിന് ഏറ്റവും പ്രസാദമുള്ള ഒരു ദൈവസഭയായി തീരുവാൻ കർത്താവ് ഞങ്ങൾ ഒരുക്കണം, സഹായിക്കണം. ദേശത്തെയും കർത്താവ് സ്പർശിക്കുമാറാകണം. അഭിഷിക്തദാസനെയും ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കണം. ഇത്രത്തോളം അനുഗ്രഹിച്ച കർത്താവിന് സകല മാനവും സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന യാചനം കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രത്തോളം മാനിച്ചതിനാ ശക്തിയാ ദൈവത്തെ സ്തുതിക്കാം. അള്ളപ്പാട് കൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള കെട്ടുപണികൾക്ക് വേണ്ടി ദൈവത്തോടെ നമുക്ക് മുട്ടിപ്പോയി പ്രാർത്ഥിക്കാം. ശിശുവിടെ മാനിച്ചതിനായി ദൈവത്തെ സ്തുതിക്കാം. മഹത്വപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാമെല്ലാം വായിച്ച എല്ലാ വിഷയങ്ങളും ശേഷം ഈ പ്രാർത്ഥന കൂട്ടത്തോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും തുടർന്നുള്ള കെട്ടുപണികളോടും കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവ് രണ്ടാം വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. അറുക്കപ്പെട്ട കുഞ്ഞാ